ദക്ഷിണ കൊറിയയ്ക്ക് പിന്നാലെ ഇപ്പോൾ യുക്രൈനും ആപ്പുവെച്ച് അമേരിക്ക. ഇറാൻ യുദ്ധത്തിന്റെ മറവിൽ യുക്രൈനിലേക്കുള്ള ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ അമേരിക്ക പദ്ധതി ഇടുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനിലെ 10,000-ലധികം ലക്ഷ്യങ്ങളിലാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. ഇതിന് പ്രതികരണമായി തന്നെ ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ വൻതോതിലുള്ള വലിയ രീതിയിലുള്ള താഡ് മിസൈലുകൾ പോലെയുള്ളവ ഉപയോഗിക്കേണ്ടി വന്നുവെന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധ ശേഖരത്തിൽ ഇത് കുറവ് വരുത്തുകയും ചെയ്തതായുള്ള വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കത്തിന് ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇറാനിലെ യുദ്ധമുഖത്ത് അമേരിക്കൻ ആയുധങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടുകൂടി തന്നെ സ്വന്തം ആയുധ ശേഖരത്തിലുണ്ടായ കുറവ് പരിഹരിക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. നാറ്റോയുടെ നേതൃത്വത്തിലുള്ള പ്രയോറിറ്റൈസ്ഡ് യുക്രൈൻ റിക്വയർമെന്റ്സ് ലിസ്റ്റ് ആ പദ്ധതി പ്രകാരം യുക്രൈനായി മാറ്റിവെച്ച വ്യോമ പ്രതിരോധ മിസൈലുകളാണ് പ്രധാനമായും തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പരിഗണിക്കുന്നത്. യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിനായി തന്നെ നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആ ഒരു തുകയിൽ നിന്ന് $750 മില്യൺ അമേരിക്കയുടെ സ്വന്തം ആയുധശേഖരം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കും എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇവർ ഒരു വിലയിരുത്തലായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ US യുദ്ധം തുടങ്ങിയതോടുകൂടി തന്നെ നേരത്തെ ദക്ഷിണ കൊറിയയിൽ ഉണ്ടായിരുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം US മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ തീരുമാനം എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈനും ഇത്തരം സമാനമായ ഒരു പണി കിട്ടാൻ ഒരുങ്ങിയിരിക്കുന്നത്. ചൈനയുമായും ഉത്തര കൊറിയയുമായും തർക്കങ്ങളുള്ള ദക്ഷിണ കൊറിയയ്ക്ക് ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ US-നെയും മറ്റു പാശ്ചാത്യ ശക്തികളെയും വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ റഷ്യയുമായി പൊരുതുന്ന യുക്രൈനും ഇപ്പോൾ US തീരുമാനം വെല്ലുവിളിയാകുന്നത്. റഷ്യയുടെ വ്യാപകമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ നേരിടാൻ യുക്രൈനെ സഹായിച്ചിരുന്നത് US-ഉം യൂറോപ്പും നൽകിയ ആയുധങ്ങളായിരുന്നു. ഇതിലാണ് US ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും നഗ്നമായ ഒരു സത്യമെന്ന് പറയുന്നത്. അതേസമയം യുദ്ധം മൂലം വലിയ അനിശ്ചിത അവസ്ഥ നിലനിൽക്കുന്നതായി തന്നെ യുക്രൈന്റെ സ്ഥാനാപതി വലിയ ഒരു വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ പങ്കാളികളെ അറിയിച്ചിട്ടുണ്ടെന്നും ഇറാൻ യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിന് സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇറാനിൽ 1500-ലധികം ആളുകൾ, ലെബനനിൽ 1100-ഓളം ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും 13 US സൈനികർക്കും യുദ്ധത്തിന്റെ ഭാഗമായി തന്നെ ജീവൻ നഷ്ടപ്പെട്ടതായും ഇവിടെ ഈ വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇറാനുമായി പിടിച്ചു നിൽക്കാൻ അമേരിക്ക ഇത്തരം ഒരു സുപ്രധാനമായ നീക്കം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.